ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സണുമായിട്ട് യൂണിയൻ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർക്ക് ഒരു ഷ്യൂറിറ്റി വന്നിട്ടുണ്ട്, മുന്നോട്ടുള്ള ജീവിതം നിങ്ങളുടെ കൂടെയാണ് എന്നുള്ള. കൂടാതെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടേതും നിങ്ങളുടെ പേഴ്സൻ്റേതും ആണെങ്കിൽ അത് ഉടനെ തന്നെ എൻഡ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഫീലിങ്സ് നോക്കുമ്പോൾ ഇൻറ്റിമസിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ദൂരെ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇവർക്ക് പേടി നിങ്ങളോട് എപ്പോഴാണ് യൂണിയൻ ഉണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യത്തില്ലേ, നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം, കുറച്ചും കൂടെ എനിക്ക് സമയം വേണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇനി ഇവരെ വിട്ട് പോകുമോ എന്നുള്ള പേടി ഇവർക്കുണ്ട്. കാരണം നിങ്ങൾ ഇവരെ വിട്ട് ഒരിക്കലും ദൂരെ പോകരുതെന്നാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവർക്ക് പേടിയുണ്ട് നിങ്ങൾ പോകുമോ എന്നിങ്ങനെ ഓരോ ദിവസം നിങ്ങളിങ്ങനെ ഓരോ ഒഴിവൊഴി പറയുമ്പോഴേ. ഇവിടെ നിങ്ങൾ അടുത്തില്ലാത്തതുകൊണ്ട് ഭയങ്കര ദേഷ്യവും ഭയങ്കരമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ബിഹേവൊക്കെയാണ് ഇവർക്ക് ഉള്ളത്. ലോവർ വൈബ്രേഷനിലാണ് ഇവർ ഉള്ളത്. ഇവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ച് ഇവരെ തന്നെ ഹീലാക്കാൻ നോക്കുകയാണ്. കാരണം ഇവർക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല, ലോവർ എനർജിയിലാണ് ഇവർ. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ചുറ്റിലും ഉള്ളത്. നിങ്ങളാണ് ഇവരെ ഹീൽ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള വ്യക്തി. പക്ഷെ നിങ്ങൾ അടുത്തില്ലാത്തതുകൊണ്ട് ഇവർ ലോവർ വൈബ്രേഷനിലാണ്. ഇവിടെ സ്നേഹിക്കുന്ന വ്യക്തി നമ്മുടെ അടുത്തുണ്ട് എങ്കിൽ നമ്മൾ തനിയെ അങ്ങ് ഹീലാകും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നും സംസാരിച്ചില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല, അടുത്ത് നമ്മൾ അവരെ അടുത്തിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഹീലാകും. അതിന് നമുക്ക് നമ്മൾ മലയാളിയോ തമിഴരോ അല്ലെങ്കിൽ ആസാമിയോ ബംഗാളിയോ അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല. അത് സ്നേഹത്തിൻ്റെ ആ ഒരു ഭാഷയാണ്, സ്നേഹത്തിൻ്റെ ഭാഷ പ്യുവറാണ്. അപ്പോൾ നമുക്ക് ഹീലിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മുടെ അടുത്ത് വേണം. അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ലോവർ വൈബ്രേഷനിലാണുള്ളത്. ദേഷ്യമാണ്, ജലസിയാണ്, ഈഗോയാണ്, നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയാണ്, സ്വന്തക്കാരുടെ എഗെയിൻസ്റ്റായിട്ട് പോകാനും പേടിയാണ്. അങ്ങനൊരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഈ ഒരു സിറ്റുവേഷന് പുറത്ത് വരണം. കാരണം നിങ്ങളാണ് ഇവരുടെ ഡെസ്റ്റിനി എന്നാണ് ഇവർക്ക് തോന്നുന്നത്. കാരണം നിങ്ങളുമായിട്ടൊരു ബോണ്ട് ഉണ്ട്. കാരണം നിങ്ങളെ ബ്ലോക്ക് ചെയ്തു, നിങ്ങളുമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായി ഇവർക്ക്. പക്ഷേ എന്നിട്ടും നിങ്ങളുമായോടുള്ള ആ ഒരു സ്നേഹം ഇവർക്ക് ഒരിക്കലും അതുമാത്രം ഇല്ലാതാകുന്നില്ല. വീണ്ടും വീണ്ടും നിങ്ങളോട് അടുക്കണമെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത് നിങ്ങൾ ഇവരും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടെന്നാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത്. കുറേ ആൾക്കാരുടെ പേഴ്സൺ എന്തോ ഒരു ഡിസിഷനോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നോക്കാം. നോ കോണ്ടാക്ട് സിറ്റുവേഷനും ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ റീഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ പേഴ്സൺ ലോവർ എനർജിയിലാണ് ഉള്ളത്. ഇവിടെ എന്തോ ഒരു കാര്യം എൻഡ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളില്ലാതെ വളരെയധികം ഒറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ സഡൻ ആയിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളോ അവരോ ഹീലിംഗ് ചെയ്തിട്ടുണ്ടാകും ത്രോട്ട് ചക്ര ബ്ലോക്കേജസിൻ്റെ. അതുകൊണ്ടായിരിക്കും സഡൻ ആയിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്. കാരണം നോ കോണ്ടാക്ട് സിറ്റുവേഷന് മെയിനായിട്ടുള്ള കാരണം ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് ഹീൽ ചെയ്യേണ്ടതാണ്. ത്രോട്ട് ചക്ര ഹീൽ ചെയ്യാനുള്ള മെഡിറ്റേഷൻ യൂട്യൂബിലൊക്കെ ഉണ്ട്, നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യുക. ഇവിടെ ഇമോഷണൽ ലെവലിൽ ഇവർ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നുണ്ട്. ഇവിടെ മാരേജ് ആവാത്തത് കാരണം ഇവർ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നുണ്ട്. വഴക്ക് കൂടുന്നുണ്ട് ഫാമിലിയിലുള്ളവരോട്. കാരണം നിങ്ങളുമായിട്ടുള്ള മാരേജ് നടക്കാത്തതുകൊണ്ടോ ഇല്ല എങ്കിൽ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നാവാൻ സാധിക്കാത്തതുകൊണ്ടോ വീട്ടിലുള്ളവർ ആണ് പ്രശ്നം ഉണ്ടാക്കിയതെങ്കിൽ അവരോട് നിങ്ങളുടെ പേഴ്സൺ വഴക്കിടുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്കുണ്ടാകുന്നതാണ്. കോണ്ടാക്ട് സിറ്റുവേഷനുള്ളവർക്ക് യൂണിയൻ ആവാനുള്ള പോസിബിലിറ്റി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 48 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 2 ഡേയ്സിനുള്ളിൽ യൂണിയൻ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം.
ഇവിടെ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്ക് 4 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാം നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഫാമിലി കാരണം ചില കാര്യങ്ങൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കോൺഫ്ലിക്റ്റ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഫാമിലി കാരണം ഇവരുടെ ഫാമിലിയിലുള്ളവരോടും ഇവർ വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളോട് മാത്രമല്ല ഫാമിലിയിലുള്ളവരോടും ഇവർ വഴക്കിടുന്നു. പിന്നെ കുറച്ചൊന്ന് ലോ എനർജിയിലോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഉണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ എന്താണോ അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളോട് ഹൈഡാക്കി വെച്ചൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ. ഒന്നും പറയത്തില്ല. അതായത് ഫാമിലി ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും അവർ നിങ്ങളോട് വളരെ കുറച്ച് മാത്രമായിരിക്കും പറയുന്നത്. ബാക്കിയെല്ലാം ഹൈഡാക്കി വെക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂണിയൻ റിലേറ്റഡ് ഒരു പ്രോബ്ലവും ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളോട് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സിറ്റുവേഷൻസ് നിങ്ങളുടെ ഫേവറിൽ ആവുന്നവരെ നിങ്ങളൊന്ന് പേഷ്യൻസ് ആയിട്ടിരിക്കേണ്ടതാണ്. ആവശ്യമില്ലാതെ അവരോട് വഴക്കിടാൻ പോകരുത്. നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അതാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ ലോ ആണ്. അപ്പോൾ ആവശ്യമില്ലാതെ അവരെ പ്രഷറൈസ് ചെയ്യാൻ പോകരുത് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.